ഇന്ത്യൻ UPI സിസ്റ്റത്തിൽ പുതിയ മാറ്റങ്ങൾ വന്നു. നമ്മളിപ്പോൾ പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒന്നാണ് UPI അല്ലേ? അപ്പൊ അതിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കാം. അപ്പൊ നമ്മൾ എളുപ്പത്തിൽ പണമിടപാടുകൾ നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണല്ലോ UPI എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഒരുപാട് ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുന്നുണ്ട് ഈ പറയുന്ന UPI സേവനം നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ദശലക്ഷക്കണക്കിന് ആൾക്കാർ UPI സേവനം ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതിലാണ് പുതിയൊരു മാറ്റം ഈ വരുന്ന ഓഗസ്റ്റ് 1 തീയതി മുതൽ വരുന്നത്. UPI സേവനങ്ങളിൽ നിയന്ത്രണം വരുമെന്ന് NPCI എന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അവർ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർ പറയുന്നത് സിസ്റ്റത്തിന്റെ ഓവർലോഡ് കുറയ്ക്കാനും അതുപോലെ തന്നെ എന്തെങ്കിലും പ്രോബ്ലംസ് തകരാറുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നിയന്ത്രണം കൊണ്ടുവന്നിട്ടുള്ളതെന്നാണ് അവർ പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് നിയന്ത്രണങ്ങൾ അല്ലെ? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ നമുക്ക് ബാലൻസ് ചെക്ക് ചെയ്യുക എന്നുള്ളൊരു കാര്യം ഒരു ദിവസത്തിൽ 24 മണിക്കൂറിൽ 50 പ്രാവശ്യമാക്കി ചുരുക്കിയിട്ടുണ്ട്. അത് നേരത്തെ അൺലിമിറ്റഡ് ആയിരുന്നു. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മളൊരു ട്രാൻസാക്ഷൻ ചെയ്ത് കഴിയുന്ന സമയത്ത് അവിടെ നമ്മുടെ ബാലൻസ് കാണിക്കും കേട്ടോ. പിന്നെ അതുകൂടാതെ തന്നെ UPI ഓട്ടോ പേ മാൻഡേറ്റ് ഉണ്ടാവുമല്ലോ. അപ്പൊ അത് എങ്ങനെ വർക്ക് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇനി മുതൽ അത് തിരക്കില്ലാത്ത ടൈം നോക്കിയിട്ടായിരിക്കും അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു മാൻഡേറ്റിന് 3 ശ്രമം മാത്രമാണ് ഇനി മുതൽ ഉണ്ടാവുള്ളൂ. അത് 24 മണിക്കൂറിൽ. അതുപോലെ തന്നെ നമ്മൾ ട്രാൻസാക്ഷൻ സ്റ്റാറ്റസ് നമുക്ക് ചെക്ക് ചെയ്യുന്നതിലും നിയന്ത്രണം കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ വരുന്നത് അക്കൗണ്ട് ലിസ്റ്റ് ചെയ്യുന്നില്ലേ, നമുക്ക് എത്ര ബാങ്ക് ഉണ്ട് എങ്ങനെയാണെന്നുള്ളത് അത് ചെക്ക് ചെയ്യുന്നതും ഒരു ദിവസത്തിൽ 25 തവണയാക്കിയിട്ട് ചുരുക്കിയിട്ടുണ്ട്. ഇത് ഇപ്പൊ കിട്ടിയിട്ടുള്ള ഈ ഒരു ന്യൂസ് ആണിത്. അപ്പൊ എന്റെ ഒരു അറിവിൽ എന്ന് പറഞ്ഞാൽ UPI എന്ന് പറയുന്നത് ഒരു ആപ്ലിക്കേഷൻ അല്ല, ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിലും അതിലെല്ലാത്തിലും ചെക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് വഴിയെ കണ്ടറിയണം. കാരണം നമുക്ക് ഒരു ട്രാൻസാക്ഷൻ ലിമിറ്റ് എന്നുള്ളത് 1 ലക്ഷം രൂപയാണെന്നുണ്ടെങ്കിൽ ഫോൺ പേയിൽ 1 ലക്ഷം, ഗൂഗിൾ പേയിൽ 1 ലക്ഷം ഒന്നും അയക്കാൻ പറ്റുന്നില്ല. UPI മാത്രമാണ് ആ ഒരു 1 ലാക്ക് എന്നുള്ള ലിമിറ്റ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. എന്തായാലും പുതിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അറിവ് നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിക്കും എല്ലാവർക്കും അയച്ചു കൊടുക്കുക. അവരും ഈ ഒരു മാറ്റം വന്നത് അറിയട്ടെ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഉപയോഗപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്